ഫിഫ ലോകകപ്പ് 2026 അർജന്റീനയുടെ ആദ്യ മത്സരത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആരാധകരെ അതീവ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് സൂപ്പർതാരം മെസ്സിക്ക് പരിക്ക് ഭീതി. മേജർ സോക്കർ ലീഗിൽ ഇന്റർ മിയാമിക്ക് വേണ്ടി കളിക്കുന്നതിനിടെയാണ് താരം മത്സരം പൂർത്തിയാക്കാനാകാതെ മൈതാനത്തു നിന്നും മടങ്ങിയത്. നിലവിലത്തെ ലോകകപ്പ് ജേതാക്കളായ അർജന്റീനയുടെ കിരീട മോഹങ്ങൾക്ക് ഈ പരിക്ക് വലിയൊരു തിരിച്ചടിയാകുമോ എന്ന ഭീതിയിലാണ് ഫുട്ബോൾ ലോകം. മേജർ സോക്കർ ലീഗിൽ ഇന്റർ മിയാമിയുടെ മത്സരത്തിനിടെ തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് മെസ്സി മൈതാനം വിട്ടത്. കളി മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് താരം പെട്ടെന്ന് പിന്മാറിയത് സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്ന ആരാധകരെയും മാനേജ്മെന്റിനെയും ഒരുപോലെ പരിഭ്രാന്തിയിലാഴ്ത്തി. മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ ഉണ്ടായ ഒരു നിർണായക നീക്കത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു ഈ സംഭവം. കളിയുടെ 73-ാം മിനിറ്റിൽ ഒരു ഫ്രീ കിക്ക് എടുത്തതിന് തൊട്ടു പിന്നാലെ മെസ്സിക്ക് എന്തോ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു. അദ്ദേഹം ഉടൻ തന്നെ ടീം ബെഞ്ചിലേക്ക് നോക്കി തനിക്ക് പകരക്കാരനെ ഇറക്കാൻ സ്വയം ആവശ്യപ്പെട്ടു. സാധാരണഗതിയിൽ കളി പൂർത്തിയാക്കാൻ പരമാവധി ശ്രമിക്കാറുള്ള മെസ്സി ഇത്തവണ ബെഞ്ചിലിരുന്ന ബാക്കി കളി കാണാൻ പോലും നിൽക്കാതെ നേരെ ലോക്കർ റൂമിലേക്ക് നടന്നു നീങ്ങുകയായിരുന്നു. മെസ്സി ലോക്കർ റൂമിലേക്ക് മടങ്ങിയതിന് പിന്നാലെ സ്പോർട്സ് മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും കടുത്ത ആശങ്കകൾ പടർന്നു. താരത്തിന്റെ തുടഞ്ഞരമ്പിലെ പരിക്കാണെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് ആദ്യഘട്ടത്തിൽ ശക്തമായി ഉയർന്നത്. ലോകകപ്പ് പോലെയുള്ള ഒരു വലിയ ടൂർണമെന്റിന് തൊട്ടു മുൻപ് തുടഞ്ഞരമ്പിന് പരിക്കേറ്റാൽ അത് ഭേദമാകാൻ ആഴ്ചകളോളം വിശ്രമം വേണ്ടിവരുമെന്നത് അർജന്റീന ക്യാമ്പിനെ വല്ലാതെ ആശങ്കപ്പെടുത്തിയിരുന്നു. എന്നാൽ മത്സരത്തിന് ശേഷം പുറത്തുവന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ആരാധകർക്ക് ചെറിയ രീതിയിൽ ആശ്വാസം നൽകുന്നതാണ്. മെസ്സിക്ക് കടുത്ത പരക്കുകൾ ഒന്നും തന്നെ നിലവിലില്ലെന്നും വരാനിരിക്കുന്ന ലോകകപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് താരം മൈതാനത്ത് നിന്ന് സ്വയം മാറിയതെന്നുമാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. തന്റെ ശരീരത്തിന് അമിതഭാരം നൽകാതിരിക്കാൻ മെസ്സി തന്നെ എടുത്ത ബുദ്ധിപരമായ തീരുമാനമായിരുന്നു ഇതെന്നത് വിലയിരുത്തപ്പെടുന്നു. മത്സരത്തിനിടയിൽ ലയണൽ മെസ്സി പെട്ടെന്ന് കളം വിട്ടത് വലിയൊരു പരിഭ്രാന്തി സൃഷ്ടിച്ചെങ്കിലും അതിന് പിന്നാലെ ഫുട്ബോൾ ലോകത്തിന് താൽക്കാലികമായി ആശ്വാസം നൽകുന്ന ചില പ്രധാന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. താരത്തിന്റെ ശാരീരിക ക്ഷമതയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ അർജന്റീനിയൻ ക്യാമ്പും ഇന്റർ മിയാമി മാനേജ്മെന്റും സജീവമായി രംഗത്തുണ്ട്. മെസ്സിയുടെ പരിക്കിന്റെ ആഴത്തെക്കുറിച്ച് ആദ്യഘട്ടത്തിൽ വന്ന നെഗറ്റീവ് വാർത്തകളെ തിരുത്തുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അർജന്റീന ദേശീയ ടീമിനൊപ്പം നിരന്തരം യാത്ര ചെയ്യുകയും അവരുടെ വാർത്തകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്യാറുള്ള പ്രമുഖ മാധ്യമ പ്രവർത്തകർ നൽകുന്ന വിവരമനുസരിച്ച് ലയണൽ മെസ്സിയുടെ പേശികൾക്ക് ഗുരുതരമായ പരിക്കുകൾ ഒന്നും തന്നെയില്ല. പ്രാഥമിക വിലയിരുത്തലിൽ പേശി വലിവ് പോലെയുള്ള കടുത്ത പ്രശ്നങ്ങൾ കാണിക്കാത്തത് കൊണ്ട് തന്നെ മെസ്സിക്ക് ലോകകപ്പ് നഷ്ടമാകാനുള്ള തരത്തിലുള്ള കടുത്ത ആശങ്കകൾക്ക് ഇപ്പോൾ അടിസ്ഥാനമില്ലെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എങ്കിലും വെറുമൊരു മാധ്യമ റിപ്പോർട്ടുകളെ മാത്രം ആശ്രയിച്ച് റിസ്ക് എടുക്കാൻ ക്ലബ്ബ് ഭരണകൂടം തയ്യാറല്ല. മെസ്സിയുടെ നിലവിലത്തെ യഥാർത്ഥ ശാരീരിക ക്ഷമതയും ഫിറ്റ്നസും കൃത്യമായി വിലയിരുത്തുന്നതിനായി ഇന്റർ മിയാമിയുടെ പ്രത്യേക മെഡിക്കൽ സംഘം താരത്തെ വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കുമെന്ന് ക്ലബ്ബ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. സ്കാനിംഗ് ഉൾപ്പെടെയുള്ള അടുത്ത ഘട്ട മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷമേ മെസ്സിക്ക് എത്ര ദിവസത്തെ വിശ്രമം വേണ്ടുമെന്ന കാര്യത്തിൽ പൂർണ്ണമായൊരു വ്യക്തത ലഭിക്കൂ. ലോകകപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മെസ്സിയുടെ കാര്യത്തിൽ അർജന്റീനിയൻ കോച്ചിംഗ് സ്റ്റാഫ് അതീവ ജാഗ്രതയിലാണ്. നിലവിലത്തെ ലോകകപ്പ് ജേതാക്കളായ അർജന്റീനയുടെ ക്യാപ്റ്റൻ കൂടിയാണ് മെസ്സി. ലോകകപ്പിൽ അർജന്റീനയുടെ മുന്നോട്ടുള്ള കുതിപ്പ് പൂർണ്ണമായും ലിയോയുടെ ഫോമിനെയും സാന്നിധ്യത്തെയും ആശ്രയിച്ചിരിക്കും എന്നതുകൊണ്ട് തന്നെ ചെറിയൊരു ശാരീരിക ബുദ്ധിമുട്ട് പോലും അർജന്റീന ഗൗരവത്തോടെയാണ് കാണുന്നത്. വരാനിരിക്കുന്ന ക്ലബ്ബ് മത്സരങ്ങളിൽ മെസ്സിക്ക് പൂർണ്ണ വിശ്രമം അനുവദിക്കുമെന്നും ലോകകപ്പിന് മുൻപ് താരം പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുമെന്നും ദേശീയ ടീം മാനേജ്മെന്റ് ഇന്റർ മിയാമിയോട് ആവശ്യപ്പെട്ടേക്കുമെന്നും സൂചനകളുണ്ട്. ലോകകപ്പിൽ അർജന്റീനയുടെ ആദ്യ മത്സരത്തിന് ഇനി വെറും 23 ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അൾജീരിയ, ഓസ്ട്രിയ, ജോർദൻ എന്നിവരടക്കമുള്ള ഗ്രൂപ്പിലാണ് ഇത്തവണ നിലവിലത്തെ ചാമ്പ്യന്മാരായ അർജന്റീന മത്സരിക്കുന്നത്. നിലപ്പടയുടെ ലോകകപ്പിലെ മുന്നേറ്റം പൂർണ്ണമായും ക്യാപ്റ്റൻ ലയണൽ മെസ്സിയുടെ ഫോമിനെയും സാന്നിധ്യത്തെയും ആശ്രയിച്ചിരിക്കുന്നതിനാൽ മെഡിക്കൽ പരിശോധനാ ഫലങ്ങൾക്കായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ.